അഭിഷേകം, നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും കേസിലൊക്കെ പെട്ടാൽ അവർ ജയിലിൽ പോവുകയാണ്. ജയിലിൽ തന്നെ പോകണമെന്നൊന്നുമില്ല, കുറേ കാലം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ വലസി നടക്കും. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ചില കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ അവിടെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നയമാണ് കുറേ കാലമായിട്ടുള്ളത്. അത് രണ്ടഭിപ്രായമുള്ള ആളുകൾ അതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും, പക്ഷേ കുറ്റവാളികൾക്ക് അതൊരു ഭയം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ മീററ്റിൽ ഷെഖ്സാദ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, അയാൾ 7 കേസുകളിലെ പ്രതിയാണ്. അയാളൊരു ബലാത്സംഗ കേസിൽ പ്രതിയാണ്, നേരത്തെയും ജയിലിൽ കിടന്നിട്ടുണ്ട്. അയാളെ ഏറ്റുമുട്ടലിൽ പോലീസ് വധിച്ചു. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശം? ഇത് ഈ യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രിയായ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ എൻകൗണ്ടറുകളും ബുൾഡോസർ രാജ് എന്ന് പറയുന്ന പ്രയോഗങ്ങളും ഇപ്പോൾ ഇന്ത്യ മുഴുവൻ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ UP ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമവ്യവസ്ഥയിലേക്ക് നോക്കിയാൽ ക്രൈം റേറ്റ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. NCRBയുടെ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ തന്നെ ഈ ഡൽഹി, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ വലിയ വർധനമാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ കേരളത്തെ ആകെ ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ, ഇരട്ടക്കൊലപാതകത്തിന് മുൻപ് അയാൾ ചെയ്തൊരു കൊലപാതക കേസിൽ ഇപ്പോൾ വിധി വരാനിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചെന്താമര എന്ന് പറയുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തിരിച്ചിറങ്ങി വരുമ്പോൾ ഇയാളോടൊരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വധശിക്ഷ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്ക് പേടിയുണ്ടോ? അതിന് ആ മാധ്യമപ്രവർത്തകനോട് ചെന്താമരയുടെ പ്രതികരണം ശ്രദ്ധിച്ചു. ഒരു നിയമ സംവിധാനത്തെയും പേടിയില്ലാതെ, അതായത് അയാൾ 2019 ചെയ്തൊരു കൊലപാതകത്തിൽ അകത്തുപോയി ജാമ്യത്തിലിറങ്ങി പുറത്തു വന്ന് 2 പേരെ കൊന്ന് പിന്നീട് ഈ ആദ്യ കേസിന്റെ വിചാരണയ്ക്ക് കോടതിയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് വധശിക്ഷ ലഭിച്ചേക്കും, അതിന് ശിക്ഷയെ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ പുച്ഛത്തോടെ ഇന്ത്യയിലെ തന്നെ നിയമ സംവിധാനത്തെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന ഒരു ക്രിമിനൽ, ആ ക്രിമിനലിൻ്റെ ചേഷ്ടകളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ നമ്മളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ നിയമ സംവിധാനങ്ങളെ വളരെ പുച്ഛത്തോടെ അവജ്ഞയോടെ കാണുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ സമൂഹം. അപ്പോൾ പല വിധത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ്, തട്ടിപ്പുകൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗം, അങ്ങനെ പലവിധ കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിലെമ്പാടും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ UP സർക്കാരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവിടെ മനുഷ്യാവകാശ നിയമങ്ങളെക്കാൾ വലുത് മനുഷ്യർക്കുള്ള സുരക്ഷയാണ് എന്നൊരു രീതിയിലാണ് യോഗി സർക്കാർ കഴിഞ്ഞ 8.5 വർഷക്കാലമായി UP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 തോന്നുന്നു യോഗി സർക്കാർ ആദ്യമായി UPയിൽ അധികാരത്തിൽ വരുന്നത്. അതിനു മുൻപ് അഖിലേഷ് യാദവാണ്. ആ 8.5 വർഷത്തോളം ആകുന്നു യോഗി ഭരണം UPയിൽ തുടങ്ങിയിട്ട്. ആ ഒരു കാലയളവിനിടെ 15,000-ലധികം എൻകൗണ്ടറുകളാണ് സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നത്. പൊതുവെ 24 കോടിയോളം ജനസംഖ്യയുള്ള വളരെയധികം ക്രൈം റെക്കോർഡ്, ഈ NCRBയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിൽ ഒരു യോഗി രാജ് ഉണ്ടായേ തീരൂ. കാരണം ഇത്ര വലിയൊരു ജനങ്ങൾ, അത്ര ഒരു പോപ്പുലേഷനുള്ളൊരു സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ ആ പോലീസ് സേനയ്ക്ക് പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾക്കപ്പുറത്ത് ജനങ്ങൾക്ക് പൊതുവെ ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലടക്കം ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങോട്ട് സ്ത്രീകൾക്കടക്കം പോകാൻ ബുദ്ധിമുട്ടുള്ള, നമുക്ക് നേരെ ഏത് സമയവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല, കുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ 8.5 കൊല്ലത്തിനിടെ യോഗി ഉത്തർപ്രദേശിനെ മാറ്റിമറിച്ചു. അവിടെ നമ്മൾ പറയുന്ന കണക്കുകൾ ഈ ഉത്തർപ്രദേശ് പോലീസിൻ്റെ കണക്കാണ്. 15,256 എൻകൗണ്ടറുകൾ ഈ 8.5 കൊല്ലത്തെ യോഗി ഭരണത്തിനിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 256 കൊടും ക്രിമിനലുകളാണ് ഈ UP പോലീസിൻ്റെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ രാജ്യത്താകമാനം ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ മനുഷ്യാവകാശ നിയമങ്ങളെക്കാൾ ജനങ്ങൾക്കുള്ള സുരക്ഷ. കാരണം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഇതിൽ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത് ചർച്ച ചെയ്യാനുണ്ടായ കാരണം അവിടെ ഷെഖ്സാദ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആണ് ഏറ്റവും ഒടുവിൽ ഒക്ടോബർ 13 UP പോലീസിൻ്റെ വെടിയേറ്റ് മീററ്റിലെ ഒരു വനപ്രദേശത്ത് കൊല്ലപ്പെടുന്നത്. മൊഹ്സാന എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തിലെ ഒരു വനത്തിലാണ് ഈ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇയാൾ 7ഓളം കേസുകളിൽ പ്രതിയാണ്. സ്ഥിരമായി കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം, കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളിൽ ഇയാൾ 7ഓളം കേസുകളിൽ പ്രതിയായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായി ഒരു 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അതിനു മുൻപ് ആ കേസിൽ ജാമ്യത്തിലിറങ്ങി ആ കേസിൽ പോലീസ് അന്വേഷിച്ച് നടക്കെ തന്നെ അതിനു മുൻപ് ഒരു 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഒരു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയ അവരുടെ കുടുംബത്തെ, ആ കുട്ടിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി ആ വീടിന് പുറത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതായത് മീററ്റ് മേഖലയിലെ ബോളിവുഡ് താരം ദിഷ പട്ടാനിയുടെ വസതിക്ക് സമീപമുള്ള ഒരു റൂറൽ ഏരിയ, വസതിക്ക് അടുത്താണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് പോയി ഇയാൾ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ ഉപയോഗിച്ച് വെടിവെക്കുകയും
അവരെ ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ വെടിയുതിർക്കുകയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് അവിടേക്ക് സംഭവം അറിഞ്ഞെത്തിയ യു പി പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തുന്നതിനിടെ ഇയാൾ വെടിവെക്കുകയും ഈ വെടിയുണ്ട കൊണ്ടത് യു പി പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റിലാണ്. അങ്ങനെ പോലീസ് പ്രത്യാക്രമണം നടത്തി ഇയാളെ വധിച്ചു എന്നാണ് യു പി പോലീസിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്നറിയില്ല. കാരണം ഈ മനുഷ്യാവകാശ നിയമങ്ങൾ, പ്രത്യേകിച്ച് ഒരു കാലത്ത് കേരളത്തിലടക്കം ഈ പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൃത്യമായിട്ട് നിയമം പരിപാലിക്കാനുള്ളതാണ്, അവിടേക്ക് നിയമം കയ്യിലെടുക്കാനുള്ളതല്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന, സ്ഥിരമായി കുറ്റകൃത്യം ചെയ്യുന്നവരെ ഇത്തരത്തിൽ തന്നെയാണ് നേരിടേണ്ടതെന്ന് യു പി പോലീസ് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ യോഗി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭരണത്തിൻ്റെ കീഴിലാണ്. അതുകൂടാതെ തന്നെ നമ്മൾ കുറേ നാളായി കേൾക്കുന്നതാണ് ബുൾഡോസർ രാജ്. അതായത് ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുറ്റവാളികളുടെയും അതുപോലെ തന്നെ അഴിമതിയിലൂടെ പണം സമ്പാദിക്കുന്ന രാഷ്ട്രീയക്കാരുടെയും അടക്കം വസതികൾ അല്ലെങ്കിൽ അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഈ ബുൾഡോസർ കയറ്റി ഇറക്കി അത് തകർത്ത് ഛിന്നഭിന്നമാക്കുന്ന ഒരു പ്രവണത, അത് ബുൾഡോസർ രാജ് എന്ന പേരിൽ രാജ്യത്തുടനീളം ചർച്ചയായതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇതിലൂടെ ഏറ്റവും പ്രയോജനപ്പെടുന്നത് ജനങ്ങൾക്കാണ്. കാരണം NCRBയുടെ ക്രൈം റേറ്റിൽ ഉത്തർപ്രദേശ് വളരെ താഴേക്ക് പോയിട്ടുണ്ട്. കാരണം അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് 1,00,000 ജനങ്ങളിൽ 338 ഉത്തർപ്രദേശിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത്. അത് പക്ഷേ അത് ദേശീയ ശരാശരി 448 ഇത് ക്രൈം റേറ്റ് ദേശീയ ശരാശരി 448 നിൽക്കെ ഉത്തർപ്രദേശിൽ ഇത് 336 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ ഒരു പോലീസിങ്ങിനോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് അവിടെയുള്ള കുറ്റവാളികൾക്കുള്ള ഭയം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ കഴിഞ്ഞ അദ്ദേഹം അധികാരത്തിലെത്തിയത് മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജയിലിനകത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത്. അതാണ് കുറ്റവാളികളോട് അല്ലെങ്കിൽ ക്രിമിനലുകളോട് സമീപനം യു പി സർക്കാരിൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. അത് നടപ്പാക്കുക തന്നെയാണ് യു പി പോലീസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ ക്ഷേമത്തിനായി ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ആക്ട് അത്തരത്തിൽ ഉള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രിമിനലുകളുടെ വാസസ്ഥലങ്ങളും അതുപോലെ തന്നെ അവർ അനധികൃതമായി സമ്പാദിച്ച കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളയുന്ന നടപടി. അതുകൂടാതെ തന്നെ ഓപ്പറേഷൻ ഒരു ശക്തി എന്ന പേരിൽ ഓപ്പറേഷൻ ശക്തി 5.0 എന്ന പേരിൽ ഒരു പദ്ധതി യോഗി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം വിജയകരമായി യു പിയിൽ നടപ്പാക്കി വരുന്നുണ്ട്. അതുപ്രകാരം പ്രധാനമായിട്ടും ഈ സ്ത്രീകൾക്ക് കുറ്റകൃത്യം നേരിടുന്ന സ്ത്രീകൾക്കുള്ള ഒരു ഉന്നമനത്തിന്, അവർക്കൊരു പുരോഗതിയിലേക്കുള്ള പാതയായിട്ടാണ് ആ ഒരു പദ്ധതി അവിടെ നടപ്പാക്കി വരുന്നത്. അതായത് ഈ നമ്മുടെ നാട്ടിലെ പിങ്ക് പോലീസ് പൊതുവേ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഒരു പിങ്ക് കാറിൽ കറങ്ങി നടക്കുകയാണ്. പക്ഷേ യു പിയിൽ അങ്ങനെയല്ല. യു പിയിൽ ഈ വനിതാ പോലീസ് സംഘം നേരെ ഓരോ ഗാവുകളിലെ ഈ പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിലേക്ക് നേരിട്ടെത്തി ഇവിടെയുള്ള സ്ത്രീകൾക്ക് എന്താണ് പ്രശ്നമെന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം അതിനൊരു പരിഹാരം വേണ്ടുന്ന പ്രശ്നമാണെങ്കിൽ അത് കണക്കിലെടുത്ത് അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഉന്നതിക്ക് വേണ്ടി പല വിധത്തിലുള്ള സർക്കാർ വക പദ്ധതികൾ അവരിലേക്ക് എത്തിക്കുന്നതൊക്കെ ഈ പോലീസിങ്ങിലൂടെയാണ്. അതാണ് ഈ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ യു പി ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവാണ്. അത് യു പി പോലീസാണ് ഈ ഗ്രാമങ്ങളിലേക്ക്, കാരണം 24 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത്, വലിയ സംസ്ഥാനമാണ്, ജനസംഖ്യ അതുപോലെയാണ്, ആ ഒരു സാക്ഷരതയിലുണ്ടായ കുറവ് മൂലമാണ് ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എപ്പോഴും പേടിയായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ഉത്തരേന്ത്യയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയാണ്. ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെടുമോ അല്ലെങ്കിൽ വിജനമായൊരു പാതയിൽ വെച്ച് ഏത് സമയം ഒരു ആക്രമണം പ്രതീക്ഷിച്ചാണ് കേരളത്തിലെ ഒരു നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആൾ ഒരു ഉത്തരേന്ത്യൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. എന്നാൽ ആ ഒരു രീതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഈ യോഗി സർക്കാരിൻ്റെ കാലത്ത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻകൗണ്ടറുകൾ നടന്നിരിക്കുന്നത് ഈ മീററ്റ് മേഖലയിലാണ്. മീററ്റിന് പിന്നാലെയാണ് വാരണാസിയിൽ ഇവിടെയൊക്കെ ഈ ഏകദേശം 30,000-ലധികം ക്രിമിനലുകൾ ഈ പോലീസിൻ്റെ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിൽ പിടിയിലായിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ഈ 1000-ലധികം ആളുകളെ ക്രിമിനലുകളെ പോലീസുമായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുട്ടിന് താഴേക്ക് വെടിവെച്ചാണ് കീഴ്പ്പെടുത്തുന്നത്. അങ്ങനെ വേണ്ടി വന്നാൽ തോക്കെടുക്കും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് യു പി പോലീസ് പിന്തുടരുന്നത്. ഇവിടെ നമ്മൾ തോക്കെടുക്കുന്നില്ല. ഇവിടെ പോലീസുകാരെ ക്രിമിനലുകൾ കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് തോക്കെടുത്താൽ അതിലുണ്ടാകുന്ന അനന്തരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാകും എന്നൊരു പേടി അവർക്കുണ്ട്. പക്ഷേ യു പിയിൽ അങ്ങനെയല്ല. നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നവരെ നിയമത്തിൻ്റെ വഴിക്കപ്പുറം ഒരു തോക്കെടുത്ത് നേരിട്ടാൽ ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരി അവിടെ ഉണ്ട്. അല്ല, അത് പറയുമ്പോഴാണ് ഇവിടെ അതുകൊണ്ടാണ് തൃശ്ശൂരിലെ SP ആയിരുന്ന
ഇളങ്കോ അല്ലേ, ഇളങ്കോ ആണ്. അത് വളരെയധികം കേരളത്തിൽ ചർച്ചയായതാണ്. അതെ, ഗുണ്ടകളെ പോലെ പെരുമാറി, പോലീസിനെ പോലെ പെരുമാറി എന്ന് പറഞ്ഞ് ആ വിഷയം അദ്ദേഹം അതവിടെ ക്ലോസ് ചെയ്തു. അതെ, പോലീസിങ് എന്ന് പറഞ്ഞാൽ നിയമം സംരക്ഷിക്കുക എന്നതാണ്. നിയമം കയ്യിലെടുക്കുക ആണ് ഈ UP മോഡൽ എന്ന് പലരും പറഞ്ഞേക്കാം. പക്ഷേ ഈ ഇളങ്കോ, തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഇളങ്കോ കഴിഞ്ഞ ഒരു 2 മാസം മുൻപാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഒരു നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ച 5ഓളം യുവാക്കളെ അവിടെ പോലീസിനെ തിരിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും അവരെ തിരിച്ച് അങ്ങേയറ്റം മർദ്ദിച്ച് അവശരാക്കി ആശുപത്രിയിലാക്കിയ കാഴ്ച, അത് നമ്മുടെയൊക്കെ വീഡിയോ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾ കേരള പോലീസിന് ആശംസകളും ഇതുപോലെ തന്നെയുള്ള പോലീസ് മാതൃകകളാണ് കേരളത്തിന് വേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പോൾ മനുഷ്യാവകാശത്തിനപ്പുറമാണ് മനുഷ്യരുടെ സുരക്ഷ. അത് തന്നെയാണ് എന്തായാലും UP പോലീസ് പിന്തുടരുന്നത്. എന്തായാലും യോഗിയുടെ ഒരു ഭരണത്തിൽ UP മാറിയിട്ടുണ്ട് എന്നുള്ളത് സംശയാതീതമായ കാര്യമാണ്. അങ്ങനെ തന്നെ മുൻപോട്ട് പോകണം. പക്ഷേ മനുഷ്യാവകാശ പ്രവർത്തകർ അവരുടെ ആവശ്യം ഇങ്ങനെ പോലീസ്, ഇപ്പോൾ അഖിലേഷ് യാദവ്, UPയുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള അഖിലേഷ് യാദവ് തന്നെ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ, നിയമം കയ്യിലെടുക്കുകയാണ്, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറം അവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് യോഗി സർക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻകൗണ്ടറുകൾ ആവശ്യമാണെങ്കിൽ പോലീസിന് തോക്കെടുക്കാം എന്നുള്ള രീതിയിലേക്ക് തന്നെ വരട്ടെ. അതുപോലെ തന്നെ ഓപ്പറേഷൻ ശക്തി അത് പിന്തുടരട്ടെ. അങ്ങനെ പലവിധ സംഭവങ്ങൾ ഉണ്ടാവട്ടെ. ശരി.